അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് മകൻ എത്തുന്നേയില്ല. ഉമ്മ ശരിക്കും പേടിച്ചു. പഠിച്ച റബ്ബേ, 9 മണിക്ക് ഇറങ്ങാനുള്ളതാണല്ലോ ഇവനിതെന്ത് പറ്റി? ഉമ്മ പുറത്തേക്ക് നോക്കിയിരുന്നു. സാധാരണയായി ഈ സമയമാകുമ്പോഴേക്കും തിരിച്ചെത്താറുള്ളതാണ്. ഇതിപ്പോൾ എന്താ റബ്ബേ, ഇത്രയായിട്ട് എൻ്റെ കുട്ടിനെ കാണാനില്ലല്ലോ. നിക്കാഹ് ആയതുകൊണ്ട് തന്നെ ആണുങ്ങൾ എല്ലാം ഒത്തൊരുമിച്ച് പള്ളിയിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത്. സത്യം പറഞ്ഞാൽ മകനെ കാണാത്തതിൽ ഉമ്മ വളരെയധികം വിഷമിക്കുന്നുണ്ട്. എൻ്റെ റബ്ബേ, എൻ്റെ കുട്ടി ഇതെവിടെ? കാണുന്നില്ലല്ലോ. എൻ്റെ കുട്ടിൻ്റെ നിക്കാഹ് ദിവസമാണല്ലോ ഇന്ന്. ഉമ്മ പുറത്തേക്ക് ഇറങ്ങി നോക്കി നിൽക്കുന്നു. അല്ലാ, എൻ്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്തല്ലേ അല്ലാ. പള്ളിയിലേക്ക് പോകുമ്പോൾ സാധാരണയായി ഉസ്താദ് ബൈക്ക് എടുക്കാറില്ല, നടന്നു തന്നെയാണ് പോവാറുള്ളത്. ഉമ്മാ, അസ്സലാമു അലൈക്കും. മകൻ്റെ ശബ്ദം. വലൈക്കും അസ്സലാം. ഉമ്മാൻ്റെ പൊന്നു മോനെ, എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാനാകെ പേടിച്ചു. ഉമ്മ എന്തിനു പേടിക്കുന്നു? 1-2 ആൾക്കാരെ, കാണാത്ത 2 ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആയിക്കോട്ടെ മോനെ, എൻ്റെ കുട്ടിക്ക് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ദാ മോനെ, ചായ കുടിച്ചോളി. ഉമ്മ ഉണ്ടാക്കി വെച്ച ചായയും കടിയും കറിയും മകൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. ഉമ്മ ഇരിക്കി, നമുക്ക് 2 പേർക്കും കഴിക്കാം. മോനെ, ഇൻഷാ അല്ലാ ഇനി എൻ്റെ കുട്ടിയുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടാവുമല്ലോ അല്ലേ ഉമ്മ? ഇൻഷാ അല്ലാ. അവർ സന്തോഷത്തോടു കൂടി അതാ ഭക്ഷണം കഴിക്കുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദന അത് ഉസ്താദിന് ശരിക്കും ഉണ്ടായിരുന്നു. റബ്ബേ, ഫർസാന, അവൾ പഠിച്ചോനെ, അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സാരല്ല, അവൾ ജീവിക്കട്ടെ നല്ല രീതിയിൽ. എന്തൊക്കെ തന്നെ. മോനെ, നീ എന്താടാ ഭക്ഷണം കഴിക്കാതെ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മ. പിന്നെന്താ മോനെ, ഇതാ സമയമായി തുടങ്ങിട്ടോ. ഒരു 8 മണിക്കെങ്കിലും പുറപ്പെടണ്ടേ? ആ ഉമ്മ, ഇൻഷാ അല്ലാ. ഉമ്മയും മോനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഉസ്താദ്, ഉമ്മ എനിക്ക് മതി എന്ന്. അതെന്താ മോനെ, നീ തീരെ കഴിച്ചില്ലല്ലോ? നിക്കാഹാണെന്ന് വിചാരിച്ചിട്ടേ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റൂല കേട്ടോ. എൻ്റെ കുട്ടി കഴിക്ക്, ദാ കുറച്ചും കൂടെ കഴിക്ക്. ഉമ്മ നിർബന്ധിക്കുന്നു. മോനെ, നല്ല പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ്, മോനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഉണ്ടാക്കിയത്. പിന്നെന്താ കഴിക്കാത്തത്? ഉമ്മ മതി ഉമ്മ, ഇനി പിന്നെ മതി. അങ്ങനെ അതാ ഉസ്താദ് കൈ കഴുകുന്നു. പഠിച്ചോനെ, എൻ്റെ കുട്ടി നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങണല്ലോ. നിൻ്റെ എല്ലാ കാവലും നിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ കുട്ടിക്ക് നീ വർഷിക്കണേ അല്ലാ. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. പ്രിയപ്പെട്ട തൻ്റെ പൊന്നുമോൻ പുതിയാപ്പിള ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. പള്ളിയിലേക്ക് ചില ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ അവരുടെ പ്രിയപ്പെട്ട ഉസ്താദുമുണ്ട്. അതെ, ഫർസാനയുടെ ഉപ്പ. നിക്കാഹിന് വേണ്ടി ഒരുങ്ങുവാനുള്ള തയ്യാറെടുപ്പ്. പെട്ടെന്നതാ ഒരു ബെൻസ് കാറ് അങ്ങോട്ട് കയറി വരുന്നു. മോനെ, അതാരാടാ കാറിൽ വരുന്നത്? ആ ഉമ്മ, അതെൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ഉമ്മ, എന്തെങ്കിലും ഞാൻ ഇന്നലെ കൊണ്ടുവന്നില്ലേ ഹോർലിക്സും പാലൊക്കെ, കുറച്ച് അതുണ്ടാക്കിക്കോളും ഉമ്മ. പെട്ടെന്ന് തന്നെ അതുണ്ടാക്കി. അതിൽ നിന്ന് അവൻ്റെ സ്നേഹിതന്മാർ ഇറങ്ങി. മാഷാ അല്ലാ, കാര്യമായിട്ട് ഉസ്താദുമാർ തന്നെയാണ് അതിലുള്ളത്. എല്ലാവരെയും ഉമ്മ സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തി. മക്കളെ, ഉള്ള സ്ഥലത്തിരുന്നോളി. അതിനെന്താ ഉമ്മ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. മാഷാ അല്ലാ, ഇരിക്കി മക്കളെ. എല്ലാവരെയും സ്നേഹത്തോടെ ഉമ്മ സ്വീകരിച്ചു. ഉമ്മ ഉണ്ടാക്കിയ ഹോർലിക്സും അതിൻ്റെ കൂടെയുള്ള ആ ഒരു കേക്കും അവർക്ക് നൽകി. എല്ലാവരും അത് കഴിച്ചു. മക്കളെ, പത്തിരിയും കറിയൊക്കെ ഉണ്ട്, അത് കുറച്ച് കഴിച്ചോളി. ഹേ ഉമ്മ, അതൊന്നും വേണ്ട. അല്ല മക്കളെ, ഇതാ ഞാൻ ഉണ്ടാക്കിയത് ഷെഫിമോൻ തിന്നിട്ടന്നല്ല, അവനെന്താ അറിയില്ല, തിന്നാൻ കഴിഞ്ഞില്ല. ഇതാ മക്കളെ, ഞാൻ കുറച്ച് കണ്ടറിഞ്ഞ് ഉണ്ടാക്കിയേക്കണ്, നിങ്ങളിരിക്കേ. ഉമ്മയുടെ പത്തിരിയും കറിയും കഴിക്കുവാൻ വേണ്ടി അവർ അവിടെ ഇരുന്നു. ഉമ്മ എല്ലാവർക്കും അത് വിളമ്പി കൊടുത്തു. ഉമ്മ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ വരുന്ന മരുമകളുടെയൊക്കെ ഒരു ഭാഗ്യം. ഇത്രക്കും നല്ല ഫുഡ് ഉണ്ടാക്കണ ഉമ്മനെ കിട്ടിയല്ലോ. പൊന്നു മക്കളെ, മോളിങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. എങ്ങനെ വെച്ചാൽ ഞാൻ നോക്കിക്കൊണ്ട്, ഒരു കുഴപ്പമില്ലാതെ നല്ല വട്ടത്തിൽ ഞാൻ നോക്കിക്കൊണ്ട്. എനിക്ക് ഇഷ്ടമാണടാ. എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ അല്ലേ. എൻ്റെ കുട്ടിൻ്റെ പെണ്ണായാലും ഓളെങ്ങനെ വെച്ചാൽ ഞാൻ നോക്കും. എൻ്റെ പൊന്നു മോനെ നോക്കണ പോലെ നോക്കും ഇൻഷാ അല്ലാ.
ആ ഉമ്മ സന്തോഷത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അള്ളാഹുവേ ബർക്കത്ത് ചൊരിയണേ. അങ്ങനെ അതാ ഉസ്താദ് പുതിയാപ്പിള മാറ്റുവാൻ വേണ്ടി പോകുന്നു. അവൻ്റെ റൂമിലേക്ക് ഫ്രണ്ട്സുകളും കയറി. എടാ ഞാൻ പറഞ്ഞു തരട്ടെ, എൻ്റെ വീടെന്ന് വെച്ചാൽ ചെറിയ റൂമാണ് കേട്ടോ, ചെറിയ റൂം വീട്. അതിനെന്താടാ, നിനക്കും നിൻ്റെ ഭാര്യക്കും കിടക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അത് മതി. എന്താ ഉസ്താദ് അതാ നിക്കാഹിനുള്ള ഡ്രസ്സ് അണിയുകയാണ്. കൂട്ടുകാരെല്ലാവരും അവനെ പുതുമണവാളനാക്കി അണിയിച്ചൊരുക്കുന്നു. സമയത്തിന് ശേഷം അവരതാ പുറത്തിറങ്ങുന്നു. ആ അത്തറിൻ്റെ മണം ഉമ്മാക്ക് പുറത്തേക്ക് കൂടി സ്മെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. തൻ്റെ പൊന്നുമോൻ പുതിയാപ്പിള ഇറങ്ങാണ്. ഉമ്മാക്ക് അതെല്ലാം കൂടി ആലോചിച്ചപ്പോൾ സങ്കടം വന്നു. അല്ലാ ഉമ്മ, ഇതാട്ടോ നിങ്ങളെ മോനെ, ദാ കണ്ടില്ലേ. ഉമ്മ കണ്ണുകൾ തുറന്ന് അതാ മകൻ്റെ മുഖത്തേക്ക് നോക്കി. പഠിച്ചോനെ, അല്ലാ ഓൻ്റെ ഉപ്പാൻ്റെ മുഖത്തേക്ക് നോക്കിയ പോലെ തന്നെ എന്നെ നിക്കാഹ് കഴിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അല്ലാ മോനെ, ശരിക്കും അവരുടെ ഉപ്പയെ അവർ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു. ഉമ്മയും കരഞ്ഞു. എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോനെ പഠിച്ചോ നന്നാക്കട്ടെ, ആമീൻ. ഉമ്മയും മകനും സങ്കടപ്പെട്ട് കരയുകയാണ്. ഉമ്മ, ഞാൻ പോയിട്ട് വരാം, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം പൊന്നുമോനെ. അവർ സലാം പറഞ്ഞ് അതാ ഇറങ്ങുന്നു. ഉമ്മയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്, കൂടെ മകൻ്റെയും. ഉമ്മ എന്ന് ശരി മോനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ആ ഉമ്മ ദുആ ചെയ്തു. വീട്ടിൽ നിന്ന് പുതിയാപ്പിളയായി നിക്കാഹിന് വേണ്ടി ഇറങ്ങുമ്പോഴും അതാ ഉസ്താദിൻ്റെ മനസ്സിൽ എവിടെയോ ഒരു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. റബ്ബേ, ഒരു നിമിഷം ഉസ്താദ് തന്നെ വിചാരിച്ചു, ഇല്ല പാടില്ല, ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി നിക്കാഹിന് വേണ്ടി പോവുകയാണ്. അപ്പോഴും ദുഷ്ടമനസ്സ്, ദുഷ്ടചിന്തകൾ ഒന്നും പാടില്ല, അതെല്ലാം ഹറാമാണ്. മറ്റൊരു പെണ്ണിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പാടില്ല. പടച്ചോനെ നീ കാത്തുരക്ഷിക്ക്. എടാ ഷെഫീഖ്, എന്താ, കയറ്, ഫ്രണ്ടിൽ കയറ്. ഓഹ് നേരെ അതാ ബിസ്മില്ലാഹി സുബ്ഹാനല്ലാഹി സഹ്റന ചൊല്ലിക്കൊണ്ട് ഉസ്താദ് അതിൽ കയറുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ വാഹനമെടുക്കുന്നു. ആ ഉമ്മ അപ്പോഴേക്കും പടച്ചവനോട് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവേ, എൻ്റെ പൊന്നു മോനെ, എനിക്ക് ആകെ ഒരു തരിയേ ഉള്ളൂ റഹ്മാനെ. അള്ളാഹുവേ, എനിക്ക് അവരില്ലാതെ ആരുമല്ല ഈ ദുനിയാവിൽ, എൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ. പടച്ചോനെ എല്ലാം ഹൈറാക്കിക്കൊണ്ട് റഹ്മാനെ. ആ ഉമ്മ ദുആ ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട മകനതാ പുതിയാപ്പിള ഇറങ്ങി പോവുകയാണ് നേരെ നിക്കാഹിന് വേണ്ടിയിട്ട്. അള്ളാഹുവേ, എൻ്റെ കുട്ടിയെ നീ കാക്ക്. ഉസ്താദിൻ്റെ ഫ്രണ്ട്സുകൾ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ട് അവനെ ചിരിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഷെഫി ഉസ്താദിൻ്റെ പുഞ്ചിരി വല്ലാതെ ഇങ്ങോട്ട് വിടരാത്തത് കൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു, എന്താ ഷെഫി, എന്താ അത് ഇങ്ങനെയല്ലായിരുന്നല്ലോ, എന്ത് പറ്റിയത്? നിക്കാഹ് എന്ന കർമ്മം വളരെയധികം പരിശുദ്ധമായ കർമ്മമാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ഹാപ്പി ആക്കണ്ടേ. എന്താ ഇനിയിപ്പോൾ ജീവിതം സ്വതന്ത്രമല്ല എന്ന് ആലോചിക്കുകയായിരിക്കില്ലേ? ഹേയ് അങ്ങനെയൊന്നല്ല, എന്നാലും പറയടാ, എന്താ ഒരു പ്രയാസം? നിക്കാഹിന് വേണ്ടി കൂടെ പോരുന്ന കൂട്ടുകാരെല്ലാം അങ്ങനെയാണ് ഉസ്താദിനോട് പറഞ്ഞത്. ഹേയ് ഒന്നുമില്ലടാ. എന്താടാ, പഴയ ടെൻഷൻ വല്ലതും ഉണ്ടോ? ആ കൂട്ടത്തിൽ ഉസ്താദിൻ്റെ ഉറ്റ സ്നേഹിതനായിരുന്നു അത് ചോദിച്ചത്. ഹേയ് അങ്ങനെയൊന്നുമില്ല. സത്യം പറയടാ, പഴയത് വിട്ടിട്ടില്ലേ? വിട്ടിട്ടില്ലെങ്കിൽ അതൊരിക്കലും മനസ്സിൽ ഇനി വെച്ചേക്കരുത്. അത് പോയി, അതവളുടെ ഇഷ്ടത്തിന് അവൾ തിരഞ്ഞെടുത്ത് പോയി. ഒരിക്കലും അത് ഇനി നീ മനസ്സിൽ വെക്കരുത് കേട്ടോ. ഏയ് ഇല്ലടാ, ഒരിക്കലും ഇല്ല. അത് പറയുമ്പോൾ ഉസ്താദിൻ്റെ കണ്ണുകൾ നനയുന്നത് പ്രിയപ്പെട്ട ഫ്രണ്ട് ശ്രദ്ധിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ പള്ളിയെത്തി. പള്ളിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതെ, തൻ്റെ നിക്കാഹിന് വേണ്ടി വരികയാണല്ലോ. റബ്ബേ, താൻ ക്ഷണിച്ച ആളുകളെല്ലാം ഏകദേശം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള ആളുകളും എത്തിച്ചേർന്നു. ഉമ്മ തൻ്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ച ആ ഒരു മഹർമാല, അത് ഉസ്താദിൻ്റെ കൈവശം തന്നെയായിരുന്നു വെച്ചിരുന്നത്. എല്ലാവരും പള്ളിയിലേക്ക് പ്രവേശിച്ചു തുടങ്ങി.
കൂട്ടത്തിൽ പലരും ചോദിക്കുന്നു, പുതിയാപ്പിള ചെക്കൻ? അതാണ്, ഉസ്താദാണല്ലേ, മാഷാ അല്ലാ. വളരെയധികം സന്തോഷത്തോടു കൂടി അവർ ഉസ്താദിനെ സ്വീകരിക്കുന്നു, വരവേൽക്കുന്നു. ഉസ്താദിൻ്റെ ഫാമിലിയിൽപ്പെട്ടവരും ഫ്രണ്ട്സുകളും എല്ലാവരും അവരും എത്തിച്ചേർന്നു. അങ്ങനെ നിക്കാഹ് കർമ്മത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തുടങ്ങി. പെണ്ണിൻ്റെ ഉപ്പയും എളാപ്പമാരും അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നിക്കാഹ് കർമ്മത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ പള്ളിയിൽ വെച്ച് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ നിക്കാഹ് നടക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സീനത്ത് വേഡ്സ് ഷെഫീഖ് ദർസി എന്നുള്ള ഒരു മിഠായി പതിപ്പിച്ച കാർഡുകളും അവിടെ അവർ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് വളരെയധികം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഫർസാനയുടെ ഇഷ്ടപ്പെട്ട ആൾ ഷെഫീഖ് ഉസ്താദ് നിക്കാഹിന് വേണ്ടി ഇരിക്കുന്നു. പഴയതെല്ലാം മനസ്സിൽ നിന്ന് മാച്ചുകൊണ്ട് കളഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുവാൻ സീനത്തിൻ്റെ ഭർത്താവ് ആവാൻ വേണ്ടി നമ്മുടെ ഷെഫി ഉസ്താദ് ഒരുങ്ങുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ എവിടേക്കോ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ അതിലൊന്നും ഇനി ഒരിക്കലും ഷെഫീഖ് നീ ശ്രദ്ധ കൊടുക്കാൻ പാടില്ല. നീ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. മനസ്സിനുള്ളിൽ എന്തൊക്കെ തന്നെ പഴയ കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കണം. പുതിയ പെണ്ണാണ്, പുതിയ ജീവിതമാണ്. ഇനി മുതൽ നിങ്ങളൊന്നാണ്. ഇതിലൂടെ നിങ്ങൾ പുതിയ ഒരു വീട് കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. പഴയതെല്ലാം അങ്ങ് മണ്ണിട്ട് മൂടിയേക്കണം. പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതൊക്കെയായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവൻ ഒരു അച്ചടക്കനായ ബാലനെ പോലെ അവിടെ ഇരുന്നു കൈകൾ കൊടുക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. സീനത്ത് എൻ്റെ മണവാട്ടിയായി, എൻ്റെ സൗജത്തായി വരികയാണ്. അങ്ങനെ നിക്കാഹ് കർമ്മം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകൾ സീനത്തിനെ ഷെഫീഖ് ഉസ്താദ് ദർസിക്ക് ഞാൻ ഇണയാക്കി തന്നിരിക്കുന്നു, ഹലാലാക്കി തന്നിരിക്കുന്നു. കബിൽത്തു നിക്കാഹ. അങ്ങനെ തുടങ്ങി അവരുടെ നിക്കാഹ് കർമ്മങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു. എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട നിക്കാഹ് കർമ്മം നടക്കുന്നതിനിടയിൽ ഒരു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ആരും ശ്രദ്ധിച്ചതേയില്ല. അതാരുടേതായിരിക്കും? അദ്ദേഹത്തിന് സങ്കടം സഹിക്കുവാനേ കഴിയുന്നില്ല. അല്ലാ, മനസ്സിലൊരുപാട് ആഗ്രഹിച്ചതാണ്, നഷ്ടപ്പെട്ടു. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ പൊന്നു മോനായിരുന്നവനെ, എനിക്ക് എൻ്റെ നെഞ്ചിലെ സ്നേഹമായിരുന്നു അവൻ, എല്ലാമായിരുന്നു. പഠിപ്പിക്കുന്ന കാലം തൊട്ടേ എനിക്ക് അവനോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടമുണ്ടായിരുന്നു. എൻ്റെ പൊന്നു മോനെ പോലെയായിരുന്നു അവനെ ഞാൻ നോക്കിക്കണ്ടിരുന്നത്. എന്നോടും അങ്ങനെ തന്നെ ഉസ്താ എന്ന് പറഞ്ഞ് എപ്പോഴും ഓരോ സംശയങ്ങളായിരിക്കും. ആ സംശയങ്ങളെല്ലാം ഞാൻ പൂർത്തീകരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ വിദ്യാർത്ഥിയായി വന്നത് മുതലേ, മുത്തഅല്ലിമായി വന്നത് മുതലേ തന്നെ എനിക്ക് ഷെഫീഖിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചിരുന്നു, പഠിച്ചോനെ, എൻ്റെ മോള് ജസീനയെ ഞാൻ ആ ഉസ്താദിനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവർ സുന്ദരമായൊരു ജീവിതം ഉണ്ടാകട്ടെ. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മുത്തഅല്ലിം ഷെഫി ഉസ്താദിനെ എന്നും കാണാമല്ലോ. അതായിരുന്നു ആ പിതാവ് ആഗ്രഹിച്ചിരുന്നത്. ചെറുപ്പം മുതലുള്ള ആ ഒരു ആഗ്രഹം അത് പിന്നെ അങ്ങ് കുന്നോളം വളർന്നു. എന്നാൽ അതിനിടയ്ക്ക് എപ്പോഴോ മോൾക്ക് ആ ഒരു ഇഷ്ടത്തിൻ്റെ കാര്യം മനസ്സിലായി തുടങ്ങി. എന്നാൽ അത് ഷെഫി ഉസ്താദ് മറിഞ്ഞു. അവർ തമ്മിൽ വളരെയധികം ഇഷ്ടമായി. അത് ബാപ്പാക്കും ഒത്തിരി ഇഷ്ടം. ബാപ്പ പറഞ്ഞു, മക്കളെ, ഇൻഷാ അല്ലാ നിക്കാഹ് പെട്ടെന്ന് നടക്കണം. അതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അതിനിടയ്ക്ക് ഉണ്ടായ ആ ദുരന്തം അതൊരിക്കലും അവരുടെ ഹൃദയത്തിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി. അല്ലാ, അതും ഒരു അമുസ്ലിമിൻ്റെ കൂടെ പൊന്നുമോൾ ഒളിച്ചോടിപ്പോയത്. ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. റബ്ബേ, ഈ ദുനിയാവിൽ ഇനി എന്തിന് ഞങ്ങൾക്കൊരു ജീവിതം? റഹ്മാനെ, നിനക്കങ്ങ് കൊണ്ടുപോയി കൂടെ? സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ല.
നാട്ടിലേക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയണില്ല. എടാ, ആ ഉസ്താദിൻ്റെ മോളെ പോയത് കണ്ടോ? ഒരു മുസ്ലിം യുവാവിൻ്റെ കൂടെ. അയ്യേ, ഉസ്താദുമാർ ഇങ്ങനെ ചെയ്താൽ പിന്നെ നമ്മളെ മക്കൾ പോകണ ഇത്ര അത്ഭുതമൊന്നുമില്ല. പലപ്പോഴും പലരും മുമ്പിൽ വെച്ച് അങ്ങുറക്കെ പറയും, മനസ്സ് വല്ലാതെ വേദനിക്കും. എല്ലാം പടച്ച റബ്ബിൽ അങ്ങ് തവക്കലാക്കും. അല്ലാ റഹ്മാനെ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വന്ന ഈ ഒരു വിധി റഹ്മാനെ, ഭൂമിയിൽ ഒരു കുട്ടിക്കും നീ കൊടുക്കല്ലേ അല്ല. അത്രക്കും വേദനയാണ്. ഏകദേശം വിവാഹം ഉറപ്പിച്ച പെണ്ണാണ്. പക്ഷേ അപ്പോഴേക്കും അവളുടെ ഈ വർഷത്തെ പഠനം കൂടി പൂർത്തിയായിട്ട് നിക്കാഹാക്കാം എന്ന് കരുതിപ്പോയി. അതിനു മുമ്പ് തന്നെ അവൾ കയർ പൊട്ടിച്ചു പോയി. അല്ലാ, ഏതൊരു മാതാപിതാക്കളും ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്ത വാർത്തയാണത് കേൾക്കേണ്ടി വന്നത്. മകളെ കാണാനില്ല. എന്നാൽ ആ സത്യം പിന്നീടതാ അറിയുന്നു. അവൾ പോയത് അന്യജാതിക്കാരൻ്റെ കൂടെ. പടച്ചോനെ, എന്തിനു നന്ന് റഹ്മാനെ. ആ നിമിഷം മുതൽ തന്നെ പ്രാർത്ഥനയിലാണ്. പടച്ചോനെ, ഞങ്ങൾക്ക് പറ്റാള് പറ്റി. ഇനി ഒരിക്കലും ഒരു ഉമ്മാക്കും ഉപ്പാക്കും സ്വന്തം മകളെക്കുറിച്ചും മകനെക്കുറിച്ചും ഇങ്ങനൊരു വാർത്ത കേൾക്കുവാനുള്ള വിധി ഇല്ലാതിരിക്കട്ടെ അല്ലാ. കാരണം അത്രക്കും ദയനീയമായ, അത്രക്കും സങ്കടകരമായ വാർത്തയാണത്. ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ ഉറക്കമില്ലാതെ കഴിഞ്ഞ രാത്രികൾ. പിന്നീട് അല്ലാഹ് പടച്ച റബ്ബിനോട് പറഞ്ഞു ഓർത്തു. അള്ള പറഞ്ഞ വാക്കുകൾ, ക്ഷമിക്കൂ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു. ക്ഷമ ഈമാൻ്റെ ഭാഗമാണ്. അതെ, ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല. താഴേക്ക് നോക്കിയ 3 മക്കൾ, 2 പെൺകുട്ടികൾ, 1 ആൺകുട്ടി, പറക്കമുറ്റാത്ത മക്കൾ. ഞാനും അവളും ഇങ്ങനെ ഊണുമുറക്കുമില്ലാതെ കഴിഞ്ഞാൽ മക്കളെ ആര് സംരക്ഷിക്കും? ഒരു മകളല്ലേ പോയുള്ളൂ. ഇനിയും 3 ഉണ്ടല്ലോ പഠിച്ച റബ്ബ് തന്നെ. അവരെങ്കിലും നല്ല രീതിയിൽ നോക്കണം, അവർ സംരക്ഷിക്കണം. അള്ളാഹുവിൻ്റെ വിളിയാളം കിട്ടിയ പോലെ തോന്നുകയാണ്. ഉസ്താദ്, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, പടച്ച റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ടല്ലോ. പിന്നെ എന്താ, ഒരു മകളല്ലേ പോയിട്ടുള്ളൂ, ബാക്കി 3 ഉണ്ടല്ലോ. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. നിങ്ങൾ ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ ക്ഷമ വേണം. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക, അത് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ നിസ്കരിച്ചും ദുആ ചെയ്തും ദിക്റുകൾ ചൊല്ലിയും അവരുടെ മനസ്സിനെ അവർ നിയന്ത്രിച്ചെടുക്കുകയായിരുന്നു, ആ ഭാര്യയും ഭർത്താവും. എന്നാൽ ഇന്നിതാ ഞാനിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ നിക്കാഹിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതാ നിക്കാഹ് കർമ്മം നടക്കുന്നു. ഉസ്താദ് തൻ്റെ മരുമകനായി ഞാനാണല്ലോ റബ്ബേ അത് കൈ കൊടുക്കേണ്ടത്, എൻ്റെ മകളെ ഏൽപ്പിക്കേണ്ടതായിരുന്നല്ലോ. പക്ഷേ എൻ്റെ സ്ഥാനത്തിന് പകരമായി മറ്റൊരു പിതാവാണ് അവിടെ ഇരിക്കുന്നത്. ഉസ്താദിൻ്റെ കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം ദുആ ചെയ്തു, പടച്ച റബ്ബേ, ഈ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ സന്തോഷം പ്രദാനം ചെയ്യ് റഹ്മാനെ, ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യ്. നിക്കാഹ് കഴിഞ്ഞ് അതാ ഷെഫി ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റു. ആ മഹർ അത് അണിയിക്കുവാൻ വേണ്ടി സീനത്തിൻ്റെ വീട്ടിലേക്ക് അതാ പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എല്ലാവരും അവനെ കെട്ടിപ്പിടിച്ച് ആശീർവദിച്ചു. കൂട്ടത്തിൽ അതാ നമ്മുടെ ഫർസാനയുടെ ഉപ്പയും അവൻ്റെ അടുക്കലെത്തി. മോനെ ഷെഫി, ഉപ്പ. കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് വീഴുകയായിരുന്നു. ഉപ്പ. ഉസ്താദും മകനും കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു ദയനീയ രംഗം കണ്ട് എല്ലാവരും അത് നോക്കിപ്പോയി. ഹോ, പഠിച്ചോനെ, അതാരാ, പിതാവാണോ എന്നുള്ള രീതിയിൽ. ഹേ, ഒരിക്കലുമല്ല, അവന് പിതാവില്ലാത്ത കുട്ടിയാണ്, ബാപ്പയില്ലാത്ത മോനാണ്. അപ്പോൾ അത് ഉസ്താദാണ്. മാഷാ അല്ലാ, ആ ഉസ്താദിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അവൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി അല്ലേ. അവർ 2 പേരും സലാം പറഞ്ഞു അതാ വേർപ്പെടുന്നു. മോനെ, പഠിച്ചോ നന്നാക്കട്ടെ, അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഉസ്താദെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാ. പൊന്നു മോനെ. ഉസ്താദ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അതാ ഉസ്താദിൻ്റെ വഴിക്ക് നീങ്ങുന്നു. ഷെഫി ഉസ്താദ് നേരെ സീനത്തിന് മഹർമാല ചാർത്താനതാ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി കാറിൽ കയറുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം.
അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടൊരു ഫ്രണ്ടിന് ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.